ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി ഒരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പ്രീവിയസ് ആയുള്ള നമ്മുടെ ഇൻവോയ്സ് റിട്ടേൺസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രമും ടൂവും ഡേറ്റും കാര്യങ്ങളും വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഇൻവോയ്സ് റിട്ടേൺ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുതിയതായി നമുക്കൊരു ഇൻവോയ്സ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി ഒരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായി സാധിക്കും. അതിനായി ജസ്റ്റ് ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പുതിയതായി വരുന്ന ഒരു വിൻഡോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വിൻഡോയ്ക്കുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആർക്കാണോ ഒരു സെയിൽ ചെയ്തിരിക്കുന്നത് ആ കസ്റ്റമറെ, പർട്ടിക്കുലർ ആയിട്ടുള്ള കസ്റ്റമറെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി സെലക്ട് കസ്റ്റമർ എന്ന് പറയുന്ന സെക്ഷനിൽ പോയ ശേഷം നമ്മൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കസ്റ്റമർ ഏതാണോ ആ കസ്റ്റമറെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനായി ജസ്റ്റ് ആ കസ്റ്റമറെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഇൻവോയ്സ് ബിൽ നമ്പർ ഉണ്ട്. നമ്മൾ അടിച്ചിരിക്കുന്ന ഇൻവോയ്സ് നമ്പറിന് ഒരു ബിൽ നമ്പർ ഉണ്ട് ഇൻവോയ്സിന്. ആ നമ്പർ ഏതാണോ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാനിവിടെ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനുള്ളിൽ നമ്മൾ അടിച്ചിരിക്കുന്ന സെയിൽ ബില്ലിനകത്തുള്ള ഏത് ഐറ്റം ആണോ നമുക്ക് റിട്ടേൺ വന്നിരിക്കുന്നത് ആ പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ബില്ലിലേക്ക് നമുക്ക് ലോഡ് ചെയ്യണം. ആ പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ബില്ലിലേക്ക് ലോഡ് ചെയ്യണം. അതിനായി ഞാൻ ജസ്റ്റ് ആ ഗ്രീൻ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഐറ്റത്തിന്റെ ലിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഏതാണോ ആ പർട്ടിക്കുലർ ഐറ്റം ആ ഐറ്റം ജസ്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റം ലോഡ് ചെയ്ത് വന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ആ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം അതിന്റെ പ്രൈസ്, നമ്മൾ സെയിൽ അടിച്ചിരിക്കുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസ് തന്നെ നമ്മൾ റിട്ടേൺ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ സേവ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ സ്റ്റോക്കിലേക്ക് കയറുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്കൊരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.